ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടൊരു ട്രേഡിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ക്ലോസിൽ നിന്നും ഏകദേശം ഒരു 4 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിൻ മാത്രമാണ് ഇന്ന് നിഫ്റ്റിയിൽ റിപ്പോർട്ട് ചെയ്തത്. 13,113.7 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. സെൻസെക്സിൽ 37 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗണും ബാങ്ക് നിഫ്റ്റിയിൽ 354.7 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിക്ലൈനും ഇന്ന് കാണാനുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗെയിൽ, ONGC, ഏഷ്യൻ പെയിൻറ്റ്സ്, കോൾ ഇന്ത്യ, ടൈറ്റാൻ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടറൽ വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും ഒരു ഡിക്ലൈനിൽ പോയ സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ്, അതുപോലെ തന്നെ PSU ബാങ്ക്, ഈ ഒരു 2 സെക്ടറുകളായിരുന്നു. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഇന്ന് മാർക്കറ്റിന് ഒരു ഉത്തേജകം പകർന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ റിയാലിറ്റി, ഓട്ടോ, മെറ്റൽ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സെക്ടേഴ്സായിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ഇന്ന് വരികയാണെങ്കിൽ ഇന്ന് ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരു ഇൻഡിസിസീവായിട്ടാണ് തന്നെയാണ് കാണാനുള്ളത്. എന്നിരുന്നാലും ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് വരുന്ന ഓരോ ഡിക്ലൈനിലും ബൈയിങ് പ്രഷർ, ഓരോ ഡിപ്പിലും നല്ല ബൈയിങ് വരുന്നു എന്ന രീതിയിലൊരു പാറ്റേൺ ആണ് ഇപ്പോൾ കാണാനുള്ളത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ ഒരു പാറ്റേണിൻ്റെ ഹൈയിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ ആവശ്യമാണ് ഒരു റാലി പ്രതീക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ഏകദേശം 12,980 ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ചെറിയൊരു കറക്ഷനുള്ള ഒരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റ് വീണ്ടും ഒന്ന് അപ്പിലേക്ക് പോകാനായിട്ട്, ഈ ഒരു റേഞ്ചുകളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ട് കുറച്ച് പാടുപെടുന്നു നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്കൗട്ടുകളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾക്കൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു ലോങ് പൊസിഷൻ, അടുത്തൊരു ലോങ് ട്രേഡിംഗ് പൊസിഷനിലേക്കുള്ളൊരു ഹോപ്പ് നമ്മൾക്ക് ഇപ്പോൾ കാണാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 13,140-45 റേഞ്ചുകൾ നമ്മൾക്ക് ക്രൂഷ്യലായിട്ട് തന്നെ നിലനിൽക്കുന്നു. ആ റേഞ്ചിലെ റെസിസ്റ്റൻസുകൾ, ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാലാണ് നമ്മൾക്ക് അടുത്ത ഒരു റാലിക്കുള്ള സാധ്യതകളായിട്ട് കാണാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നല്ലൊരു കറക്ഷനായിരുന്നു കാണാനുണ്ടായിരുന്നത്. അതുമാത്രമല്ല, നമ്മൾക്ക് കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ 2 ദിവസം ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷന് ശേഷം ഇന്നൊരു നല്ലൊരു കറക്ഷനിൻ്റെ സാധ്യതകളാണ് കാണിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 29,000 ആ ഒരു റേഞ്ചുകളാണ് സപ്പോർട്ടുകളായിട്ട് നിലനിൽക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾക്ക് പ്രധാനമായിട്ട് വാർത്തയായിട്ട് നിലനിൽക്കുന്നത് ഇന്ന് മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ് RBIൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇന്നും നാളെ മറ്റന്നാൾ 3 ദിവസത്തെ ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഡിസംബർ 4 നമ്മൾക്ക് അതിൻ്റെ ഔട്ട്കം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഒരു ഡാറ്റകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ന്യൂസുകളൊക്കെ ട്രാക്ക് ചെയ്യുക. എല്ലാവരും തന്നെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം തന്നെ ഈ ഒരു 4 എന്നുള്ളൊരു റേറ്റിൽ തന്നെ ഹോൾഡ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷകളാണ് ഇപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ മൊറട്ടോറിയത്തിൻ്റെ ഹിയറിംഗും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാളെയും തുടരുന്ന എന്നാണ് വാർത്തകളിൽ കാണാനായിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു ഗെയിനോടുകൂടി എൻഡിങ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു ഫ്ലാറ്റായിട്ട്, ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ്, ഫ്ലാറ്റായിട്ടാണ് US ഫ്യൂച്ചേഴ്സൊക്കെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു ട്രേഡിങ്ങിലൊരു സാധ്യതകൾ ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് ഈ ഒരു സമയത്ത് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാലും മിക്സഡ് ട്രെൻഡുകൾ കണ്ടുവരുന്നു. SGX നിഫ്റ്റി 23 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. രൂപയുടെ മൂല്യം ഇന്ന് ഡോളറിനെ അഗെയിൻസ്റ്റായിട്ട് ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. 12 പൈസ താഴ്ന്ന് 73.8 ഇന്ന് ട്രേഡിംഗ് എൻഡ് ആയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ FIIൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു നെറ്റ് പർച്ചേസാണ് കാണാനുള്ളത്. 357 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ പാർട്ടിസിപ്പേഷൻ ഇന്ന് ലേശം കുറവായിട്ടാണ് നിലനിൽക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 1635 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാസത്തിലെ ആദ്യത്തെ 2 ദിവസം FII പോസിറ്റീവായിട്ട് കാണുന്നു. എന്നിരുന്നാലും ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ട്രെൻഡിലാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു സൈഡ് വേ സെഷനുള്ള സാധ്യതകളായിരിക്കും കാണാനായിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് ഓപ്പൺ ആകാനുള്ള ചാൻസുകൾ നിലനിൽക്കുന്നു. ഇനി സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ട്രേഡിങ്ങിലുള്ള സ്റ്റോക്കുകൾ ആദ്യമേ തന്നെ നോക്കുകയാണെങ്കിൽ ഹൈ വോളത്തിലുള്ള സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ ലാർജ് ക്യാപ്പിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ് UPL നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ ഇന്ന് നല്ല വോളിയവും കാണുന്നുണ്ട്. അതുമാത്രമല്ല പ്രീവിയസ് ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടുകൾ നടന്നാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാലും ഫോം ചെയ്ത പാറ്റേൺ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ്. അപ്പോൾ നമ്മൾക്ക് കുറേ കാലം ആ ഒരു ഒരു റേഞ്ച് ബോർഡായിട്ട് പോയതിന് ശേഷം വീണ്ടും ഒരു അപ്ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാലും ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേണിൻ്റെ ഹൈയിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എൻട്രികൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫൈസറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു അപ്ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല വോളിയം 16 മടങ്ങിലധികം വോളിയം കാണുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് UK അവരുടെ കൊറോണ വാക്സിനുള്ള ഒരു അപ്രൂവൽ അടുത്ത ആഴ്ച മുതൽ ഉപയോഗിക്കാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസായിരുന്നു പ്രധാന കാരണമായിട്ട് നിന്നത്.
ഇനി അതുപോലെ തന്നെ ഹൈ വോളിയത്തിലെ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ അദാനി ട്രാൻസ്മിഷനിൽ 5 മടങ്ങിലധികം വോളിയം കാണുന്നു. അദാനി എൻ്റർപ്രൈസസിലും 2 മടങ്ങിനടുത്ത് വോളിയം നിലനിൽക്കുന്നു. ഭാരതി ഇൻഫ്രാടെലിൽ നിന്ന് ഒരു ലാർജ് ട്രേഡ് നടന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 10 മടങ്ങിലധികം വോളിയോ ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളെല്ലാം നാളെ നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ് ഒരു ട്രേഡിങ്ങിനായിട്ട്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ അലുമിനിയം, വണ്ടർല ഈ ഒരു സ്റ്റോക്കുകളെല്ലാം ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നാഷണൽ അലുമിനിയത്തെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് ഒരു അപ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. RSI ഇൻഡിക്കേറ്ററിലൊരു ഓവർബോട്ട് റീജിയനിലാണ് നിലനിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വണ്ടർലയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ഒരു വീണ്ടും റീ ഓപ്പൺ ചെയ്തതിൻ്റെ ന്യൂസുകളായിരിക്കാം ഈ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകളായിട്ട് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അപ് ട്രെൻഡുകൾ തുടരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്ക് ഔട്ടുകളും ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാബാഗും ഒന്ന് ശ്രദ്ധിക്കുക. വാബാഗിലും ഇന്ന് നല്ലൊരു പോസിറ്റീവ് മൂഡ് കാണാനായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളെല്ലാം നിങ്ങൾക്ക് നാളെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതുപോലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ തന്നെ ഗ്രാസിമിൻ്റെ ഒരു ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നും ഒരു അപ് ട്രെൻഡായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ കാണാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ബുള്ളിഷ് സിഗ്നൽ തുടരുന്നതായിട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക. അതുപോലെ തന്നെ നിങ്ങൾ എൻട്രി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഈ ഒരു ഹൈയിൽ നിന്ന് ക്യാൻഡിൽ ഹൈയിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ഔട്ടുകൾ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എൻട്രികൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ അമരരാജ ബാറ്ററീസിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നമുക്ക് വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. അതായത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോയിൽ നിന്നും ബ്രേക്ക് ഔട്ടുകളായിട്ടില്ല. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പക്ഷേ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ അമരരാജ ബാറ്ററീസിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഇന്നൊരു ബുള്ളിഷ് സിഗ്നലായിട്ടായിരുന്നു നിലനിന്നത്. അപ്പോൾ ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ നമ്മൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ 4 ദിവസമല്ല കഴിഞ്ഞ 6-7 ദിവസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡുകൾ തന്നെയാണ് ഈ ഒരു സ്റ്റോക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യത നമ്മൾക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. ബ്രേക്ക് ഔട്ട് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ കൺഫർമേഷൻ ആയിട്ടില്ല. ഇന്നൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾക്കൊരു കൺഫർമേഷൻ ആയാൽ മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് ആലോചിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിസിറ്റീവായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു പക്ഷേ വീണ്ടും റിവേഴ്സലിനുള്ള സാധ്യതകൾ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സൺഫാർമയുടെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്നും ഒരു ബുള്ളിഷ് സിഗ്നലായിട്ടായിരുന്നു കാണാനുണ്ടായിരുന്നത്. അതിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും ദിവസങ്ങളിലും ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഡാബറിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആ ഒരു സ്റ്റോക്കിൽ ഇന്ന് ഒരു കൺഫർമേഷൻ ആയിട്ടില്ല അപ് ട്രെൻഡിൻ്റെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നല്ലതായിരിക്കും. നമ്മൾക്ക് അപ് ട്രെൻഡിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എൻട്രികൾ എടുക്കുക. അതുപോലെ തന്നെ വാബാഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഫൈസറിൻ്റെ വാക്സിന് കൊറോണയ്ക്ക് അഗേൻസ്റ്റായിട്ടുള്ള വാക്സിന് ഇന്ന് ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. UK അപ്രൂവലായി. അപ്പോൾ അടുത്തയാഴ്ച മുതൽ എമർജൻസി യൂസേജിന് ഈ ഒരു വാക്സിൻ ഉപയോഗിക്കാം എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇൻഫോസിസും റോൾസ് റോയ്സും ഒരു പാർട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സർവീസിലേക്ക് ഇൻഫോസിസിനെ ഒരു പാർട്ണറായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഇൻഫോസിസിന് ഒരു ഗുണകരമായിട്ട് നിലനിൽക്കുന്നു. ഇനി അടുത്തതായിട്ട് NBCCനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 3905 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ അവർ ഈ ഒരു നവംബറിൽ വിൻ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ L&Tയെ സംബന്ധിച്ചിടത്തോളം വേറൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ UKയിലുള്ള യൂണിറ്റ് സെർവോ വാച്ച് സിസ്റ്റം അത് റോൾസ് റോയ്സിന് വിൽക്കാൻ പോകുന്നു എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ബർഗർ കിങ്ങിൻ്റെ IPO ഇന്ന് മാർക്കറ്റിൽ ഓപ്പണായി. ശ്രദ്ധിക്കേണ്ട വിഷയം ഓപ്പണായ ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു IPO ഫുൾ സബ്സ്ക്രിപ്ഷൻ ആയി എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ വന്നിരുന്നു. ഇന്ന് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 മടങ്ങിലധികം സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ഇവർ ആങ്കർ ഇൻവെസ്റ്ററിൻ്റെ ഭാഗത്തു നിന്ന് 365 കോടി റേസ് ചെയ്തതായിട്ടും ഇവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഭാരതി ഇൻഫ്രാടെലിൽ പറഞ്ഞ ലാർജ് ഏകദേശം 6.65 കോടിയുടെ 6.65 കോടി ഷെയർസിൻ്റെ ഒരു ലാർജ് ട്രേഡ് ഭാരതി ഇൻഫ്രാടെലിൽ നടന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അപ് ട്രെൻഡും അല്ലെങ്കിൽ നല്ലൊരു വോളിയത്തിലും ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഫോണിക്സ് മില്ലിൻ്റെ സബ്സിഡറീസിനെ GIC അക്യൂർ ചെയ്യാൻ ഫോണിക്സ് മില്ലിൻ്റെ സബ്സിഡറീസിൽ GIC സ്റ്റേക്ക് അക്യൂർ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊരു അപ്ഡേറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളൊക്കെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബർഗർ കിങ്ങിൻ്റെ IPO സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കിനി 2 ദിവസം കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു RHI ഫയലൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം എന്തായാലും മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. IPOയ്ക്ക് ഗ്രേ മാർക്കറ്റ് പ്രീമിയവും നല്ല 40% മുകളിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്കും താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.